വർഷം 1957. കോൾഡ് വാർ അതിൻ്റെ ഫുൾ സ്വിങ് നടക്കുന്ന സമയമാണ്. അമേരിക്ക വിചാരിച്ചു വെച്ചിട്ടുള്ളത് ടെക്നോളജിയിൽ ഇനി അവർക്ക് മേലെ ആരും ഇല്ല എന്നാണ്. ഇതേ വർഷം ഒക്ടോബർ 4 ഒരു മെറ്റൽ ബോൾ, 58 സെൻറ്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു മെറ്റൽ ബോൾ ഭൂമിനെ ചുറ്റാൻ തുടങ്ങുന്നു. സോവിയറ്റ് യൂണിയൻ്റെ സ്പുട്നിക് 1 വെറും ഒരു സാറ്റലൈറ്റ് ആയിട്ടല്ല സ്പുട്നിക്കിനെ ലോകം കണ്ടിട്ടുണ്ടായിരുന്നത്, അമേരിക്കയോടുള്ള മൊമെൻ്റ് ആയിട്ടാണ്. ഇപ്പോൾ വർഷം 2025. ഈ കഴിഞ്ഞ ജനുവരി മാസം വരെ USA വിചാരിച്ചിട്ടുണ്ടായിരുന്നത് AI മോണോപ്പൊളി അവർക്കുള്ളതാണ് എന്നുള്ളതാണ്. പക്ഷേ ജനുവരി 20 ചൈനയുടെ DeepSeek R1 മോഡൽ ഫ്രീ ആയി ഓപ്പൺ സോഴ്സ് ആയി റിലീസ് ചെയ്യപ്പെടുന്നു. ഓൾസോ നോൺ ആസ് ദ മോഡേൺ ഡേ സ്പുട്നിക് മൊമെന്റ്. AI ചാറ്റ് ബോട്ട്സിലെ ഏറ്റവും ജനകീയമായിട്ടുള്ള ഏറ്റവും ഫേമസ് എന്ന് പറയുന്ന സാധനം ChatGPT തന്നെയാണ്. ChatGPTക്ക് ഒരു മാസം 2000 രൂപയോളമാണ് ഒരു ഉപഭോക്താവ് ഇന്ത്യയിൽ കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മളൊരു വർഷം 20,000 25,000 രൂപയുടെ അടുത്ത് നമ്മളൊരു ചാറ്റ് ബോട്ടിന് പേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 2000 എന്ന് പറഞ്ഞ പൈസ 3600 ആക്കി മാറ്റാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഒരു 5 വർഷത്തെ സ്പാനിൽ. ഇത് മാത്രമല്ല, ChatGPT പോലുള്ള AI മോഡലുകളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ, അവരെ ട്രെയിൻ ചെയ്യിക്കാൻ ഹൈ എൻഡ് GPUs, അതായത് ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്സുകൾ ആവശ്യമായിട്ടുണ്ടായിരുന്നു. ഇത് NVIDIAയുടെ പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള ടെക്നോളജികൾ യൂസ് ചെയ്തുകൊണ്ടാണ് സാധ്യമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ NVIDIAയുടെ സ്റ്റോക്സ് വളരെ അധികം മേലോട്ട് പോകുക, അവരുടെ സ്റ്റോക്ക് വാല്യൂ നല്ല രീതിക്ക് കൂടുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലേക്കാണ് DeepSeek R1 റിലീസാകപ്പെടുന്നത്. ChatGPTക്ക് ഒരു ഫ്രീ വേർഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കേപ്പബിലിറ്റിയും കപ്പാസിറ്റിയും ലിമിറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് മോർ ലൈക്ക് ഒരു കണ്ണിപ്പൊടി ഇരുന്ന പരിപാടിയാണ്. വളരെ കൂടിയ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ChatGPT പോലുള്ള മോഡൽസിന് ഇത്രയും പൈസ എന്നാണ് അവരുടെ പാരൻറ്റ് കമ്പനികൾ വാദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ChatGPT കാര്യം എടുത്തു കഴിഞ്ഞാൽ ChatGPTക്ക് വേറെ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടായിരുന്നുണ്ടെങ്കിലും ChatGPT ഒരു ലെവലിലേക്ക് എത്താൻ ആർക്കും പറ്റിയിരുന്നില്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് ജനകീയമാവാൻ വേറെ ഒരു മോഡൽസിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. $6 ബില്യൺ ആണ് ChatGPTയുടെ ഫണ്ടിങ്ങിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ $6 മില്യൺ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് DeepSeek R1നെ ലിയാങ് വെൻഫെങ് എന്ന് പറയുന്ന ഒരു ചൈനക്കാരൻ 2 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഒന്ന് ആലോചിക്കണം, chat.com എന്ന് പറഞ്ഞിട്ടുള്ള ഡൊമൈൻ വാങ്ങാൻ വേണ്ടി മാത്രം OpenAI ചിലവാക്കിയത് $16 മില്യൺ ഒരുപാട് ടെസ്റ്റിങ്ങുകളും റാങ്കുകളിലൊക്കെ ChatGPTയുടെ O1 മോഡലിന് ഈക്വലായോ അതിനേക്കാളും ബെറ്റർ ആയിട്ടോ ആണ് DeepSeek R1 പ്രവർത്തിച്ചു പോകുന്നതും അവരുടെ റിസൾട്ട്സ് ഉണ്ടായിരുന്നതും. മാത്രമല്ല, ChatGPTനെ അപേക്ഷിച്ച് 90% കുറവ് എനർജി മാത്രമേ DeepSeek R1ന് ആവശ്യമായിട്ടുള്ളൂ. ചൈനയ്ക്ക് അമേരിക്കയുടെ ഹൈ എൻഡ് ചിപ്പ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. AI മോണോപ്പൊളി അവർ തന്നെ നിലനിർത്തണം എന്നുള്ളതുകൊണ്ടായിരിക്കണം അത്. അതിനെ മറികടന്ന് ChatGPTനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു മോഡൽ ഉണ്ടാക്കിയെടുക്കാൻ DeepSeek R1ന് പറ്റി. ഇതിനായി അവർ യൂസ് ചെയ്തതെന്ന് പറയപ്പെടുന്നത് A100 എന്ന് പറഞ്ഞിട്ടുള്ള NVIDIAയുടെ ഒരു പഴയ ചിപ്പാണ്. അത് ഒരു 10,000-ഓളം എണ്ണം യൂസ് ചെയ്തിട്ടാണ് അവർ DeepSeek R1നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. DeepSeek R1 ഇങ്ങനെ ഫ്രീ ആയി ഓപ്പൺ സോഴ്സ് ആയി ഇറങ്ങിയത് US-ന്റെ സ്റ്റോക്ക് മാർക്കറ്റിനെ നല്ല രീതിക്ക് പഞ്ഞിക്കിട്ടു. NVIDIAയുടെയൊക്കെ നല്ല രീതിക്ക് വളർന്നിട്ടുണ്ടായിരുന്ന സ്റ്റോക്സിനൊക്കെ ഇത് നല്ലപോലെ താഴത്തേക്ക് വീഴ്ത്തി. ഒട്ടുമിക്ക ആളുകളും അവരുടെ ടെക് സ്റ്റോക്സ്, അതായത് AI റിലേറ്റഡ് ടെക് സ്റ്റോക്സ് ഒക്കെ വിറ്റ് കളയാൻ തുടങ്ങി. ഇത് NVIDIAയുടെ സ്റ്റോക്സിനെ വളരെ വളരെ താഴോട്ട് വീഴ്ത്തി. ഒറ്റ ദിവസം കൊണ്ട് തന്നെ $590 ബില്യൺ ഒക്കെയാണ് ജസ്റ്റ് വാനിഷായി പോയത്. ആളുകൾ, ഈവൻ അമേരിക്കക്കാർ വരെ ചോദിച്ചിരുന്നത് ഇത്രയും ചീപ്പായിട്ടുള്ള സാധനമാണോ ഞങ്ങൾക്ക് ഇത്രയും പൈസയ്ക്ക് തന്നിരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ എവിടെ നോക്കിയാലും ഡീപ്സീക്ക് എന്ന് മാത്രമേ കേൾക്കാനുള്ളൂ. ഇത് US-ലും അങ്ങനെ തന്നെ ആയിരുന്നു. 60% iOS യൂസേഴ്സ് ഉള്ള ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ ഒന്നാമതെത്തി ഡൗൺലോഡ്സിൻ്റെ കാര്യത്തിൽ DeepSeekൻ്റെ ആപ്പ്. ChatGPTനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള DeepSeekനെ ആളുകൾ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. അത് കൂടുതൽ ജനകീയമായി. പോരാത്തതിന് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സിസ്റ്റം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓഫ്ലൈൻ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം, ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ പോലും. ഒറ്റ ദിവസം കൊണ്ട് കോടിക്കണക്കിന് ആൾക്കാർ യൂസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ DeepSeekൻ്റെ സെർവേഴ്സ് ഒട്ടുമിക്ക സമയത്തും ഡൗൺ ആയിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ നല്ല വലിയ രീതിക്കുള്ള സൈബർ ആക്രമണങ്ങളും DeepSeekനെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് US ആണ് ചെയ്യുന്നൊക്കെ അലിഗേഷൻസ് ഉണ്ട്, പക്ഷെ ഉറപ്പ് പറയാനായിട്ടില്ല. DeepSeek R1 യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് www.deepseek.com ചെന്ന അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ ചെന്നിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്താലും നിങ്ങൾക്ക് DeepSeek R1 യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫോണിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടിക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടും ഇതൊരു വേൾഡ് വൈഡ് ഫിനോമിനൻ ആയതുകൊണ്ടും DeepSeek R1ൻ്റെ സെർവറുകൾ ഇപ്പോഴും ബിസി ആയിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്.
ആദ്യത്തെ യൂസിൽ തന്നെ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DeepSeek നമുക്ക് തരുന്ന ആൻസേഴ്സ് അത്യാവശ്യം സെൻസേർഡ് ആണ്. ഇത് ഞാൻ ഈ പറയുന്ന DeepSeek.com അല്ലെങ്കിൽ DeepSeekൻ്റെ ആപ്പും മറ്റും യൂസ് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയാണ്. ഇത് ഓപ്പൺ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് അങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യതയില്ല. നമുക്ക് ആ സെൻസറിങ് എടുത്ത് മാറ്റാനൊക്കെ പറ്റും. ഇതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DeepSeek.com ആണെങ്കിലും ആപ്പ് ആണെങ്കിലും അവരുടെ സെർവറുകളും മറ്റും ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് ചൈനയിലാണ് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൈനയോട് അനുകൂലിക്കുന്ന തരത്തിലുള്ള ആൻസേഴ്സോ അല്ലെങ്കിൽ ആൻസർ പറയാതിരിക്കാനോ ഒക്കെ സാധ്യതയുണ്ട് DeepSeek. ഹിസ്റ്റോറിക്കൽ ഫാക്ട് ചെക്കിങ് ആവശ്യമായിട്ടുള്ള, അതായത് പൊളിറ്റിക്കലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ DeepSeekനോട് ചോദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചൈനയോട് ചായവുള്ളതോ തെറ്റായിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരാൻ സാധ്യതയുണ്ട്. DeepSeekൻ്റെ പ്രൈവസി പോളിസി തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്നത് ചൈനയിലാണ് എന്നുള്ളത്. ചൈനയിലെ സൈബർ നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ യൂസേഴ്സിൻ്റെ ഡാറ്റ ഇപ്പോൾ ഗവൺമെൻറ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കണം എന്നുള്ള പോലെയൊക്കെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഡാറ്റ അവിടെ അത്ര സേഫ് ഒന്നുമല്ല. പിന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്താലും നിങ്ങളുടെ ഡാറ്റ അവർ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെ പ്രൈവസി പോളിസിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കീ സ്ട്രോക്ക് പാറ്റേൺസ് അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. അതായത് കീ സ്ട്രോക്ക് പാറ്റേൺസ് എന്ന് പറയുന്നത് നമ്മളൊരു കീ പ്രസ് ചെയ്യുന്ന, അതായത് കീബോർഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന രീതി, അതിനൊരു റിതം ഉണ്ടാവും. ഓരോരുത്തർക്ക് യുണീക്കായിട്ടുള്ള അതിനെടുക്കുന്ന സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊരു ബയോമെട്രിക് ഡാറ്റ കാറ്റഗറിയിൽ പെടുന്ന ഒരു തരം ഡാറ്റയാണ് നമ്മുടെ കീ സ്ട്രോക്ക് പാറ്റേൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് ഏതൊരാളാണ് ഇത് യൂസ് ചെയ്യണമെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റെല്ലാ ആപ്പുകളും ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ഇൻഫർമേഷൻ ഒരു തേർഡ് പാർട്ടി അഡ്വർടൈസ്മെൻറ്റ് പാർട്ട്ണറായിട്ട് ഷെയർ ചെയ്യും എന്നുള്ളതൊക്കെ പ്രൈവസി പോളിസിയിൽ ഓപ്പണായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സെൻസിറ്റീവായിട്ടുള്ള ഡേറ്റ മറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ DeepSeekൽ ഒന്ന് ആലോചിച്ച് മാത്രം ഷെയർ ചെയ്യുക. DeepSeek വൈറലായതിനു ശേഷം OpenAI അക്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അവരുടെ പ്രൊപ്പറേറ്ററി ആയിട്ടുള്ള ChatGPTനെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്നുള്ളത്. ഡിസ്റ്റിലേഷൻ അഥവാ ഒരു കോംപ്ലക്സ് AI മോഡലിനെ യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ മോഡലിനെ ട്രെയിൻ ചെയ്യിച്ച് അതിനെ ബെറ്ററാക്കി എടുക്കുന്ന ഒരു പരിപാടിയാണ് AIയിലെ ഡിസ്റ്റിലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനൊരു വയലേഷൻ DeepSeek ചെയ്തിട്ടുണ്ടെന്നും അതിന് തെളിവ് അവരുടെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞ് OpenAI ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പല യൂസേഴ്സും DeepSeek അത് ChatGPT ആണ് എന്നാണ് വിചാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും OpenAI ഇതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ. ഇതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും മൈക്രോസോഫ്റ്റ് അവരുടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള അസറിൽ ഓൾറെഡി DeepSeek R1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. നാസ, US കോൺഗ്രസ്, US പെൻറ്റഗൺ, അതേപോലെ തന്നെ US നേവി എന്നിവരൊക്കെ ഓൾറെഡി DeepSeekനെ ബാൻ ചെയ്ത് കഴിഞ്ഞു. രാജ്യങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റലിയും തായ്വാനും ഓൾറെഡി സെക്യൂരിറ്റി റീസൺസ് പറഞ്ഞിട്ട് DeepSeekനെ ബാൻ ചെയ്തിട്ടുണ്ട്. ടിക്ടോക്ക് പോയ പോലെ ഇന്ത്യയിൽ നിന്ന് DeepSeekഉം പോകുമെന്നുള്ള കാര്യം നമ്മൾ കണ്ടു തന്നെ അറിയണം. എന്തൊക്കെയാണെങ്കിലും DeepSeek R1ൻ്റെ റിലീസ് AI വേൾഡിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാക്കി എന്ന് നമുക്ക് വിശ്വസിക്കാം. മനുഷ്യന്മാർ എപ്പോഴും മനുഷ്യന്മാരെ പോലെ തന്നെ പെരുമാറും എന്നുള്ളതുകൊണ്ട് AIനെ യൂസ് ചെയ്ത് ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിക്കുന്ന ആൾക്കാരും ഉണ്ടാവും, AIനെ യൂസ് ചെയ്ത് പാവങ്ങളെ പറ്റിക്കാൻ നടക്കുന്നവരും ഉണ്ടാവും. നിങ്ങൾ AIനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ യുക്തിപൂർവ്വം നിങ്ങളുടെ മൊറാലിറ്റിക്ക് അനുസരിച്ച് വളരെ നല്ല രീതിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റേതൊരു ടെക്നോളജിയെ പോലെയും AI ഈസ് എ ഗ്രേറ്റ് സെർവൻറ്റ് ബട്ട് എ ബാഡ് മാസ്റ്റർ. താങ്ക്സ് ഫോർ വാച്ചിങ്.